ഇത് ഞാൻ കാണിച്ചു തരാം. നീച ജന്മമാണ് നിന്റേത്. നിനക്കുള്ള സ്ഥാനം നരകത്തിലാ. നിന്റെ ദുരാഗ്രഹങ്ങൾ എത്ര കുടുംബത്തെ ഇല്ലാതാക്കി, എത്ര പേരെ ജീവനെടുത്തു. ഈ ഭൂമിയിൽ ഒരു സ്ത്രീയും നിന്നെ പോലെ അതപ്പതിക്കാൻ പാടില്ല. ദേവി മഹാമായേ, ദേവി. എന്റെ മോൻ എന്താ സംഭവിച്ചത്? അവൻ എന്താ കാണാത്തത്? ഒന്ന് പറഞ്ഞു തരൂ. സുധാമയി, സമാധാനിക്ക്. ഇന്ന് അമാവാസിയാണ്. ദുഷ്ടശക്തികളെ മഹാകാളിയായി ദേവി നേരിടുന്ന രാത്രി. നിന്റെ മകൻ വിഷ്ണുപാദൻ കടുത്ത ദേവീഭക്തനാണ്. ഇന്നത്തെ ദിവസം അവനൊന്നും സംഭവിക്കില്ല. ഇല്ല, സാത്വിക പൂജയിൽ നിന്നും എന്റെ ഭർത്താവ് അധർവ കർമ്മങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ആ പാപം അനുഭവിക്കേണ്ടി വരുന്നത് ഞാൻ എന്റെ മകനോ. അച്ഛന്റെ ക്രൂരതയുടെ ശിക്ഷകൾ എന്റെ മകൻ അനുഭവിക്കേണ്ടി വരൂ ഭഗവതി. എന്നാലും ആരും കാണാതെ ആ കുഞ്ഞിനെ ആരായിരിക്കും തട്ടിക്കൊണ്ടുപോയേ? സന്യാസി വര്യന്റെ വാക്കുകൾ സത്യമായിരിക്കുന്നു. ശത്രുക്കൾ ശക്തരായിരിക്കുന്നു. ഇനി ഇതിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ദേവി മഹാമായയുടെ മോഹിനി രൂപത്തിന് മാത്രമേ സാധിക്കൂ. എന്റെ പൊന്നുമോനെ. എവിടെ പോയത് ഉണ്ണി? എങ്ങോട്ട് നീ രാത്രി പോയത്? അമ്മേ, ഞാൻ ഭഗവതിയെ കണ്ടു. ഭഗവതി എന്നെ അനുഗ്രഹിച്ചു. ദുഷ്ടശക്തികളൊക്കെ ഭഗവതി നിഗ്രഹിച്ചു. ഞാൻ ശരിക്കും കണ്ടു അമ്മേ. ദേവി മഹാമായിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന രൂപം. തമ്പുരാട്ടി, എന്റെ മോൻ പിച്ചും പീ പറയുന്നത് കേട്ടോ? എന്ത് പറ്റി എന്റെ കുഞ്ഞിന്? സുധാമയി, സന്യാസി വര്യന്റെ പ്രവചനം പൂർണ്ണമായിരിക്കുന്നു. ദുഷ്ടശക്തികളുടെ ഉന്മൂലനത്തിന് ശേഷം ദേവി ഐശ്വര്യം വാരി വിതറുന്നു. വിഷ്ണുപാദൻ പറഞ്ഞതൊക്കെ സത്യമാണ്. നമുക്കൊരാളെ വരവേൽക്കാനുണ്ട്. താലമെടുത്തോളൂ. പൂത്തറ തറവാട്ടിന് അവകാശപ്പെട്ട നിധി പാലകൾ പൂത്തു നിൽക്കുന്ന കാടിനകത്തുണ്ട്. അത് നിങ്ങൾക്കായി തരികയാണ്. പാലകൾ നിൽക്കുന്ന കാട് വെട്ടിത്തെളിച്ച് അവിടെ പൂത്തറയ്ക്കൽ കോവിലകം പണിയുക. അതിനു താഴെ നിധിയുള്ള നിലവറ ഭദ്രമായി സൂക്ഷിക്കുക. തലമുറകൾക്ക് കൈമാറുക. പുതിയ തറവാടിന്റെ അവകാശി ഭഗവതിയുടെ ഈ മൂക്കുത്തി ധരിക്കുക. നന്മയില്ലാതാക്കി തിന്മ വിളയാടാൻ തുടങ്ങുമ്പോ ഭഗവതി വരും. ദുഷ്ടനിഗ്രഹത്തിന്. ഭഗവതി. അങ്ങനെയാണ് പൂത്തറയ്ക്കൽ തറവാട്ടിൽ നിധി എത്തിയത്. കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹത്തോടെ തലമുറകളായി നിധി അവിടെ സൂക്ഷിച്ചു വെച്ചു. ഒപ്പം മാന്ത്രിക മൂക്കുത്തിയും. പക്ഷേ വീണ്ടും ആ നിധി എടുക്കാൻ ത്രിവിക്രമൻ എന്ന ക്രൂരനും ഒപ്പം അന്ന് ജീവിച്ചിരുന്ന പലരും പുനർജനിക്കുകയും ചെയ്തു. കഥ നന്നായിരുന്നു അമ്മേ. നമുക്കിനിയും മോക്ഷം കിട്ടാറായില്ലേ? സ്വർഗവാദി പക്ഷി വരുന്നതേ ഇല്ലല്ലോ. ഇനി ഏറെ താമസമില്ല നമ്മൾ ഇഹലോകം വിട്ടുപോവാൻ. എല്ലാം ഭഗവതിയുടെ തീരുമാനം പോലെ.
ബ്രഹ്മജ്ഞാനം സിംഹാസനമൊക്കെ ഉപേക്ഷിച്ച് സ്വാമി ഇപ്പൊ തറയിലായ ഒരുപ്പ്. ഒളിച്ചോണ്ടെന്ന കാശ് നശിച്ചുപോയതുകൊണ്ടാണ്. ആയിരിക്കും. കാശിന്റെ കാര്യത്തിലല്ലാതെ നിങ്ങക്ക് വേറെ എന്ത് വിഷമം? പറഞ്ഞോ, എന്തു വേണേലും പറഞ്ഞു. കാശിന്റെ കാര്യത്തിലല്ലേ ഞാനാകെ തളർന്നിരിക്കുവല്ലേ. എന്തിന്? ചാമരം വീശിത്തരേണ്ട ആശ്രമകന്യകളൊക്കെ എവിടെ പോയി? എടീ, ആശ്രമത്തിലെ ഒരു കൊലപാതകം നടന്നു. കൊലപാതകോ? മനീഷ എന്നൊരു പെൺകുട്ടി. ഞാൻ ഹരിഹര ബ്രഹ്മജ്ഞാനിയുടെ വേഷം കെട്ടിയപ്പോൾ മുതൽ എന്റെ ശിഷ്യയായിരുന്നു. പാവം പിടിച്ച വീട്ടിലെ ഒരു പെൺകൊച്ച്. ജീവിക്കാൻ വേറൊരു മാർഗമില്ലാതെ ഒരു വരുമാനത്തിനു വേണ്ടി ആശ്രമത്തിൽ അന്തേവാസിയായതാ. പക്ഷേ അവളെ ശേഖരൻ കൊന്നു. അവളെ ഒരു തെരുവ് പട്ടിയെ കൊല്ലുന്നത് പോലെ. അവളെ കൊണ്ടുപോയി കുഴിച്ചിടുവാനുള്ള ഉത്തരവാദിത്വം എനിക്കായിരുന്നു. അവളുടെ ശരീരത്തിന്റെ ചൂടിത ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. ദൈവമേ, ഈ മഹാഭാവമൊക്കെ എങ്ങനെ അനുഭവിച്ച് തീർക്കാനാ? നിങ്ങക്ക് ഇത്രയെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിലേ പോലീസ് ചെന്ന് തുറന്നു പറ. എന്ത് കാര്യം? ആശ്രമത്തിലേക്ക് ആരും വരില്ല. ആശ്രമത്തിന്റെ സ്വാധീനം അത്രയ്ക്കാണ്. മോഷണം, പിടിച്ചുപറി, തട്ടിക്കൊണ്ടുപോല്, ഇപ്പൊ കൊലപാതകവും. പാപങ്ങൾ ചില്ലറയൊന്നും അല്ല ചെയ്തു കൂട്ടിയത്. മരിച്ച് നരകത്തിൽ പോണത് പോട്ടെ, നല്ലൊരു മരണം കിട്ടും നിങ്ങക്ക്. പുഴുത്ത ആർക്കും വേണ്ടാത്ത രീതിയിൽ എവിടെയും തെരുവി കിടക്കുകയുള്ളൂ. ആ ശിക്ഷ എനിക്ക് കൂടുതലൊന്നുമല്ല. എന്റെ വിധി അതായിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ മനീഷയുടെ കൊലപാതകം കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. ആശ്രമത്തിൽ ഇനിയും മരണം നടക്കും. അവർക്കതിനുള്ള ആളുകളുണ്ട്. എഴുന്നേക്കാൻ ചെയ്യാന്നൊക്കെ ചെയ്തു വെച്ചിട്ട് അതിന്റെ പാവർക്ക് ഇങ്ങോട്ട് വന്നേക്കാണോ? പൊയ്ക്കോളോടുന്ന്. പോയി ആശ്രമത്തിൽ ചെന്നേ ഇനി ശേഖരൻ തമ്പി കൊല്ലുന്നവരൊക്കെ പോയി കുഴിച്ചിട്. ഞാനൊരു മനുഷ്യനാടി. ഞാനൊരു വേഷം കെട്ടുകാരനാണെന്നത് ശരി തന്നെയാ. പക്ഷേ ഹരിഹര ബ്രഹ്മജ്ഞാനിയുടെ വേഷം കെട്ടുന്നതിന് മുൻപ് എനിക്കൊരു വേഷം ഉണ്ടായിരുന്നു. ഒരു കള്ളന്റെ വേഷം. ഇരുട്ടിൽ ഒളിച്ചു നടക്കാനും ഏത് പൂട്ടുപൊളിച്ചകത്ത് കടക്കാനും അറിയാവുന്ന ഒരു കള്ളനായിരുന്നു ഞാൻ. ആ കള്ളന് ഇനിയും ചിലത് ചെയ്യാൻ പറ്റും. ആ ദുഷ്ടനായ ശേഖരന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി ആരും മരിക്കില്ല. ഞാനതിന് സമ്മതിക്കില്ല.